ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഇത് കണ്ട ഞങ്ങൾ രാവിലെ തന്നെ ഉറങ്ങുകയാണ്. അതായത് ഞാനൊന്നൊരു ഫുൾ ഡേ ഡെയിലി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കോലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ ചെറിയ ചാറ്റിൽ മീൻസ് മഴ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇതിൽ കാണുന്നുണ്ടായിരുന്നില്ല, ഫോൺ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പിന്നെ അതാണ്ട് ഇത് നമ്മൾ അന്ന് വാങ്ങിച്ച് നമ്മുടെ ഈ ഒരു ബ്രഷൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന നമ്മുടെ ആ സെറ്റ് ഉണ്ടായിരുന്നില്ല, അതായിരുന്നു. അന്ന് ഈ കപ്പ് ഇങ്ങനെ വെക്കാനായിരുന്നൊന്നും എനിക്കൊരു പിടുത്തമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണമെന്ന്. പിന്നല്ലേ മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പം അമ്മ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതാണ്ട് ഇന്ന് നമുക്ക് സ്കൂളിൽ ലീവായിരുന്നു. ഇന്ന് മഴ കാരണം മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ട് ആയതുകൊണ്ട് ലീവായിരുന്നു. അപ്പം അങ്ങനെ രാവിലെ തന്നെ അമ്മ ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയുടെ കളർ കണ്ടപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് അതായത് കുറച്ചും കൂടി കഴിക്കാനുള്ളൊരു കൊതി. അങ്ങനെ അതൊക്കെ എടുത്ത് ആദ്യം തന്നെ ഞാൻ 2 ചപ്പാത്തിയാണ് എടുത്തത്, അതായത് വീഡിയോയിൽ കാണിക്കാൻ. പിന്നെ എൻ്റെ വയറിലോട്ട് പോയ ചപ്പാത്തി എത്ര ഉണ്ടാകുന്ന എണ്ണം പോലും ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നമുക്കിത് നാരങ്ങ മിഠായി കിട്ടി. നാരങ്ങ മിഠായി അതെടുത്തിട്ട് കഴിക്കാനായിട്ട് ഇതേണ്ട നല്ല നാരങ്ങ മിഠായി കിട്ടി. അങ്ങനെ അതൊക്കെ എടുത്ത് അങ്ങനെ അതും കഴിഞ്ഞ് സമയം 11 മണിയിട്ടും ഞാൻ കുളിക്കാൻ കയറിയിട്ടില്ല. എന്താ കാരണം എന്നല്ലേ, കാരണങ്ങളൊക്കെ ഒരുപാടുണ്ടെന്നേ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വിയർത്തൊട്ടി കോലായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. എന്താണെന്നറിയോ, ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ താണ്ട് ഇങ്ങനെയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ച് വന്നപ്പോൾ മുടി നല്ലതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മമ്മ ഫുഡ് എടുത്ത് തന്നു കേട്ടോ. എന്നാൽ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് ചോറും അതുപോലെ നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ കാണിച്ചു തരാം, വഴിയേ കാണിക്കാം. ചോറ് ഇടുന്നുണ്ട്. ഇത്രയൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് കുറച്ചിങ്ങനെ കൂടുതൽ വിളമ്പുന്നതാണ്. ബാക്കി ഈ പാത്രം ഇനി മമ്മേൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല, പ്രത്യേകിച്ച് ഇതുപോലത്തെ ചോറ് ഐറ്റംസ് ഒന്നും എനിക്ക് തീരെ പിടിക്കില്ല. പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ മീനായിരുന്നു കേട്ടോ, മീൻ വറുത്തെടുത്തതുണ്ടായിരുന്നു കണ്ടോ, അത് നമ്മൾ കുറച്ചധികം ഇട്ടു. പിന്നെ ഇതുപോലെ നമുക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു. ഇത് മമ്മൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പം ആ ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഈ ഒരു കൂട്ടാനാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് പിടുത്തല്ല. എന്നാലും കപ്പ കൊണ്ട് ഉണ്ടാക്കുന്ന മമ്മ ഉണ്ടാക്കുന്ന ഒരു നാടൻ ഐറ്റമാണ്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടി ചിക്കൻ കൂടി കഴിക്കുന്ന ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ കറിയും കൂടെ എടുത്തു. വേണ്ട അങ്ങനെ അതും ഇല്ലാതെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോഴേ എനിക്ക് ബുക്ക് വായിക്കാനുള്ളൊരു മൂഡ് കിട്ടിയത്. നമ്മുടെ സ്കൂളിൽ ഒരു ദിവസം നമ്മുടെ DC ബുക്സ് ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു ചാരിറ്റി പോലെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. ചാരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ DC ബുക്സ് നടത്തുന്ന കുറച്ച് ബുക്സൊക്കെ കൊണ്ട് വന്നിട്ട് അത് നമുക്ക് ബുക്സ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ബുക്ക്. ഈ ഒരു ബുക്ക് എന്താണെന്നറിയില്ല, അതിന് സമ്മറി വായിച്ചപ്പോൾ മുതൽ എനിക്ക് ഈ ഒരു ബുക്ക് വായിക്കണമെന്നൊരു ആഗ്രഹം. അതായത് രാത്രി 12-ന് ശേഷം എന്ന് പറഞ്ഞ ബുക്കാണിത്. അപ്പം പ്രേതമൊന്നും അല്ല കേട്ടോ, പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതം ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഓരോ ഭാഗത്ത് ഓരോന്നാണ്. പിന്നെ ഞാൻ സമ്മറി വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത് കേട്ടോ. സമ്മറി വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടോണ്ടാണ് വായിച്ചത്. പിന്നെ ഇതിൻ്റെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഓജബോർഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു കേട്ടോ വായിക്കാൻ. അവൾ സമ്മറി വായിച്ചു തന്നപ്പം അതുകൊണ്ടാണ് അവരുടെ തന്നെ ഈ ബുക്ക് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട, ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവളുടെ കൂടി ഞാൻ 1-2 പ്രാവശ്യം ഡാൻസ് റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അവളുടെ അനിയത്തിയാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പം അവൾ ഭയങ്കര ക്ലീനിങ്ങിലായിരുന്നു. ക്ലീനിങ് മീൻസ് അവളുടെ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ അത് ക്ലീൻ ചെയ്ത് ഒതുക്കി വെക്കായിരുന്നു അവളുടെ ജോലി. അപ്പം ഞാൻ കയറി ചെന്നപ്പം അവളുടെ അനിയത്തി താണ്ടെ ഉറക്കുന്ന എണീറ്റ് വരികയാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കളി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിരുന്നപ്പം കൊണ്ടുവന്ന പൊക്കവടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അറിയാതെ ഞാനൊരു വീഡിയോ എടുത്തു. അപ്പോഴാണ് അവളുടെ അനിയത്തി നെയ്മറിൻ്റെ സാഡ് മൂമെൻറ്റ്സ് കണ്ടിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണം. സോ ബൈ.